വ്യാപാരി വ്യവസായ ഏകോപന സമിതി വളാഞ്ചേരി യൂണിറ്റിന്റെ ദ്വൈവാർഷിക ജനറൽ ബോഡിയും പുതിയ ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പും ഹാജി മമ്മി പാലാറ വിദ്യാഭ്യാസ അവാർഡ് വിതരണവും ജൂൺ 5 വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 2:30 വളാഞ്ചേരി നദാസ് ഓഡിറ്റോറിയത്തിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വളാഞ്ചേരിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സംസ്ഥാന ജില്ലാതല നേതാക്കൾ ഉൾപ്പെടെ സംഘടനയുടെ പ്രമുഖർ സമ്മേളനത്തിൽ പങ്കെടുക്കും. വ്യാപാരികളുടെ സാമൂഹികവും സാമ്പത്തികവുമായ പുരോഗതിക്കായി വിവിധ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കുന്നതോടൊപ്പം സമൂഹത്തിലെ നിരാലംബർ, നിരാശ്രയർ, പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങൾ എന്നിവരുടെ ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും അവരെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുന്നതിനുമുള്ള പ്രവർത്തനങ്ങളാണ് വളാഞ്ചേരി യൂണിറ്റ് മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്ന് ഭാരവാഹികൾ വ്യക്തമാക്കി. 2 വർഷം കൂടുമ്പോൾ കൃത്യമായി ജനറൽ ബോഡി യോഗം വിളിച്ച് ജനാധിപത്യ രീതിയിൽ പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തിട്ടാണ് സംഘടനാ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത്. മമ്മി പാലാറ അദ്ദേഹത്തിന്റെ നാമധേയത്തിൽ നമ്മൾ വിദ്യാഭ്യാസ അവാർഡ് ദാനം നൽകുന്നുണ്ട്. SSLC +2 ഉന്നത വിജയങ്ങൾ വരിച്ച കുട്ടികളെ ഹാജി മമ്മി പാലാറ വിദ്യാഭ്യാസ അവാർഡ് അദ്ദേഹത്തിന്റെ നാമകരണത്തിൽ, അപ്പൊ നമുക്കറിയാം ഈ ഓഡിറ്റോറിയം അദ്ദേഹത്തിന്റെ നാമകരണത്തിലാണ് ഞങ്ങൾ സ്ഥാപിച്ചിട്ടുള്ളത്. അപ്പൊ ഇത്തരത്തിലുള്ള വ്യാപാര മേഖലയിലും ജീവകാരുണ്യ മേഖലയിലും എല്ലാ സർവ്വ മേഖലയിലും വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടാണ് വ്യാപാരി വ്യവസായ ഏകോപന സമിതി മുന്നോട്ട് പോകുന്നത്. ഒട്ടനവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഞങ്ങൾ ഈ മേഖലയിൽ നടത്തിയിട്ടുണ്ട്, വ്യാപാരികൾക്കും പൊതുസമൂഹത്തിനും. അതോടൊപ്പം തന്നെ പുതിയൊരു പദ്ധതി എന്നുള്ള നിലക്ക് വളാഞ്ചേരിയിൽ 70 വയസ്സായ ആളുകൾക്ക്, പറഞ്ഞാൽ ഏതാണ്ട് വാർദ്ധക്യത്തിൽ നിൽക്കുന്ന ആളുകൾക്ക് വ്യാപാരി വ്യവസായ ഏകോപന സമിതി ഒരു പെൻഷൻ സമ്പ്രദായം ഏർപ്പെടുത്തുകയാണ്. സംസ്ഥാനത്ത് ആദ്യമായി വ്യാപാരി വ്യവസായിയുടെ മെമ്പറും 70 വയസ്സായ മെമ്പറും മുഴുവൻ ആളുകൾക്കും മാസാന്തം ഒരു പെൻഷൻ സമ്പ്രദായം സംഘടന വകയായി വളാഞ്ചേരിയിൽ ഏർപ്പെടുത്തുകയാണ്. സമ്മേളനത്തിന്റെ ഭാഗമായി വളാഞ്ചേരിയുടെ ചരിത്രവും സാംസ്കാരികവും വ്യാപാരപരവുമായ പാരമ്പര്യവും ആധുനിക കാലഘട്ടത്തിലെ വികസന പ്രവർത്തനങ്ങളും പ്രതിപാദിക്കുന്ന പ്രത്യേക സപ്ലിമെന്റ് പത്രത്തിന്റെ ആദ്യ പതിപ്പ് പുറത്തിറക്കും. നഗരസഭാ ചെയർപേഴ്സൺ ഹസീന വട്ടോളിക്ക് കൈമാറിയാണ് പ്രസിദ്ധീകരണം നിർവഹിച്ചത്. സംസ്ഥാന തലത്തിൽ തന്നെ ആദ്യമായി വളാഞ്ചേരിയിൽ 70 വയസ്സ് പിന്നിട്ട മുഴുവൻ വ്യാപാരികൾക്കും പ്രതിമാസ പെൻഷൻ നൽകുന്ന പദ്ധതിയുടെ പ്രഖ്യാപനവും ജനറൽ ബോഡി യോഗത്തിൽ നടത്തുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. വ്യാപാരികളുടെ ക്ഷേമം ലക്ഷ്യമിട്ടുള്ള ഈ പദ്ധതി മാതൃകാപരമായ ഇടപെടലായിരിക്കുമെന്നും അവർ പറഞ്ഞു. ദ്വൈവാർഷിക ജനറൽ ബോഡിയിൽ സംഘടനയുടെ പ്രവർത്തന റിപ്പോർട്ടും വരവ് ചെലവ് കണക്കുകളും അവതരിപ്പിക്കും. തുടർന്ന് പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുക്കും. വിദ്യാഭ്യാസ രംഗത്ത് മികച്ച നേട്ടം കൈവരിച്ച വിദ്യാർത്ഥികൾക്ക് ഹാജി മമ്മി പാലാറ വിദ്യാഭ്യാസ അവാർഡ് വിതരണവും നടക്കും. വളാഞ്ചേരിയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ യൂണിറ്റ് പ്രസിഡന്റ് കെ മുഹമ്മദ് അലി, ജനറൽ സെക്രട്ടറി ഷാജഹാൻ എന്ന മണി, ട്രഷറർ പ്രമോദ്, അലിഹാജി ഖത്തർ, എ.വി. വേണു, മായിൻകുട്ടി, ഉബൈദ് KC, ബാപ്പുഹാജി ചോലയിൽ, പി. സുബൈർ എന്നിവർ പരിപാടികൾ വിശദീകരിച്ചു. സമ്മേളനം വിജയിപ്പിക്കുന്നതിനായി വ്യാപാരികളും പൊതുജനങ്ങളും സഹകരിക്കണമെന്നും ഭാരവാഹികൾ അഭ്യർത്ഥിച്ചു. ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി.